ഞാനൊരു വെരി അഫോർഡബിൾ സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു. ബോട്ടിൻ്റെ വാച്ച് സ്റ്റോൺ. ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അത് ലോഞ്ച് ചെയ്തത് ഫ്ലാഷ് സെയിലിൽ. അപ്പോൾ അത് 2 ദിവസം കാര്യമായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണിത്. ഇങ്ങനൊരു സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് പ്രയോജനപ്പെടും എന്നെനിക്ക് ഉറപ്പാണ്. എന്നാൽ തുടങ്ങിയാലോ? ഒരു സ്മാർട്ട് ബാൻഡ് വാങ്ങണം എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ബോട്ട് ഇതും കൊണ്ട് വരുന്നത് അറിഞ്ഞത്. വലിയ കുഴപ്പമില്ലാത്ത ബ്രാൻഡാണെന്ന് തോന്നിയിട്ടുള്ളതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഇതങ്ങ് വാങ്ങി. 5990 1999 രൂപയ്ക്കാണ് ഫ്ലാഷ് സെയിലിൽ വന്നത്. വാച്ചും ചാർജിങ് കേബിളും ആണ് മെയിൻ കണ്ടൻസ്. പിന്നെ വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, പിന്നെ ബോട്ടിൻ്റെ ആഡും. പിക്ചറിൽ കുറച്ചുകൂടി സൈസ് തോന്നിച്ചു. ഫിസിക്കൽ സ്വിച്ച് ഒന്നേ ഉള്ളൂ. അത് പ്രസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഓൺ ആവും. ഡിസ്പ്ലേ ഏരിയ ചെറുതാണ്, സ്ക്രീൻ ഫുള്ളായിട്ടില്ല. 1.3 ഇഞ്ചാണ് ഡിസ്പ്ലേ. 240x240 റെസൊല്യൂഷൻ. അത് പ്രോബ്ലം ഇല്ല, പക്ഷേ സ്ക്രീൻ നിറഞ്ഞു നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. സ്ക്രീനിൻ്റെ എഡ്ജ് കർവ്ഡ് ഒക്കെയാണ്, പക്ഷേ ഡിസ്പ്ലേ എഡ്ജിലില്ലാത്തതുകൊണ്ട് അതിൽ കാര്യമൊന്നുമില്ല. ഡിസ്പ്ലേയിലെ കളറുകൾ ഒരല്പം ഡള്ളാണ്. ബാക്കിൽ സെൻസറുകൾ കാണാം. നടുവിലുള്ളതാണ് ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ പൾസും ബ്ലഡ് പ്രഷറും ചെക്ക് ചെയ്യുന്ന സെൻസർ. അതിനടുത്തുള്ളത് രണ്ടും LED ലൈറ്റ്സ് ആണ്. ഇടതുവശത്തുള്ളത് ലൈറ്റ് ആൻഡ് സെൻസർ കോംബോ ആണ്. SpO2 അഥവാ ബ്ലഡ് ഓക്സിജൻ സാച്ചുറേഷൻ സെൻസർ. ഈ സെൻസറുകളുടെ വർക്കിംഗ് ലൈറ്റായിട്ട് പിന്നീട് പറയാം. ചാർജിങ് പോയിൻ്റാണിത്. മാഗ്നറ്റിക് ചാർജിങ് ആണ്. 4 ഡോട്ട്സിൽ 2 എൻഡിലേതും മാഗ്നറ്റ്സും, നടുവിലെ 2 കോണ്ടാക്ട്സും. കേബിൾ എൻഡിലും 2 വശത്തും മാഗ്നറ്റ്സ് ആണ്. ഈ ഒരു പൊസിഷനിൽ മാത്രമേ ഇത് കണക്റ്റ് ആവൂ. അടുത്തുകൊണ്ട് ചെന്നാൽ മതി, മാഗ്നറ്റ്സ് തന്നെ പൊസിഷൻ കറക്റ്റാക്കി വെച്ചോളും. തിരിച്ചു വെച്ചാൽ അടുക്കില്ല, സെയിം പോൾസ് ആവും. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് പോൾസ് ആയതുകൊണ്ട് അട്രാക്റ്റ് ചെയ്യും. മൊബൈലിലും ഈ സെറ്റപ്പ് വന്നാൽ നന്നായിരിക്കും. സ്ട്രാപ്പ് കേടാകുമ്പോൾ ചേഞ്ച് ചെയ്യാൻ കടയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഈ ഒരു കുഞ്ഞ് ലിവറിനെ ഇടത്തേക്ക് പിടിച്ച് ഇത് ഊരാനും വയ്ക്കാനും എളുപ്പമാണ്. വാച്ചിൻ്റെ ഡിസ്പ്ലേ ഓണാകാൻ ഒരു 1.5 സെക്കൻഡ് ഡിലേ ഉണ്ട്. അതൊരൽപ്പം ക്ഷമ വേണം. ഹോം സ്ക്രീനിൽ ടൈമും, ഡേറ്റ്, ബാറ്ററി, കാലറി ബേൺഡ് അല്ലെങ്കിൽ ദൂരം, അത് വാച്ച് ഫേസ് അനുസരിച്ച് മാറും. പിന്നെ എത്ര സ്റ്റെപ്സ് നടന്നു എന്നീ കാര്യങ്ങളാണ്. ബാക്കി ഓപ്ഷൻസ് പല പേജുകളിലായിട്ടാണ്. സ്ക്രീൻ വലത്തേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീനിൽ ചില ഫങ്ഷൻസ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. ഓട്ടോമാറ്റിക് ഹാർട്ട് റേറ്റ് മോണിറ്ററും, റിസ്റ്റ് ടേൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഓൺ ആവുന്നതും, DND ഡു നോട്ട് ഡിസ്റ്റർബ് അതും ഓൺ ഓഫ് ചെയ്യാനുള്ളത്. പിന്നെ ഒന്ന് ഫോൺ ലൊക്കേറ്ററാണ്. അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഫോൺ റിങ് ചെയ്യും. ഹോം സ്ക്രീൻ ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആണ് മെയിൻ ഫങ്ഷൻസ് വരുന്നത്. സ്പോർട്സ്, ഹാർട്ട് പൾസ് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ ലെവൽ, BP. സ്ക്രോൾ ചെയ്യുമ്പോൾ റിലാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, അലാം, മ്യൂസിക് കൺട്രോള്, ടൈമർ, പിന്നെ അടുത്തതിൽ സെറ്റിങ്സ്, സ്പോർട്സ് റെക്കോർഡ്. ഹോം സ്ക്രീൻ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നടത്തതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വരും. താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഫോണിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് കാണാം. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മെയിൻ സ്ക്രീനിൽ ഇത് കാണിക്കും, പിന്നെ അത് ഇവിടെ ഉണ്ടാവും. ടച്ച് ചെയ്യുമ്പോൾ അതെല്ലാം എക്സ്പാൻഡ് ആവും. ബോട്ടിൻ്റെ ആപ്പിലൂടെ വാച്ച് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അതിലേക്ക് പിന്നീട് വരാം. അതിനു മുമ്പ് വാച്ചിലെ ഫങ്ഷൻസ് നോക്കാം. ഹാർട്ട് റേറ്റ് അഥവാ പൾസ് റേറ്റ്. റെസ്റ്റിംഗ് ടൈമിൽ 60 മുതൽ 100 ബീറ്റ്സ് പെർ മിനിറ്റ് വരെയാണ് നോർമൽ. ഹെൽത്തിയായ ശരീരത്തിൽ 40-നടുത്ത് വരെ റെസ്റ്റിംഗ് ഹാർട്ട് ബീറ്റ് താഴും എന്നാണ് പറയുന്നത്. എനിക്ക് 49 വരെ കണ്ടു. വർക്കൗട്ട് ചെയ്തപ്പോൾ 144 വരെയും. ബ്ലഡ് പ്രഷർ. ഇതിന് കുറച്ച് സമയം വേണം റീഡിംഗ് കിട്ടാൻ. പലപ്പോഴും അടുത്തടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ പല റീഡിംഗ് കിട്ടാറുണ്ട്. ഒരു 3 തവണ നോക്കിയിട്ട് അതിൽ 2 തവണ എത്ര കാണിച്ചു അതെടുക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത്.
ബ്ലഡ് ഓക്സിജൻ ലെവൽ. 90 മുതൽ 100% വരെയാണ് വേണ്ടത്. 80 താഴെ കണ്ട ഡോക്ടറിനെ കാണണം. ഈ വാച്ച് ഒരു മെഡിക്കൽ ഡിവൈസ് അല്ല. ഇതിലെ റിസൾട്ട്സ് ഒരു റെഫറൻസായി മാത്രം എടുത്താൽ മതി, എറർ ഉണ്ടാവാം എന്ന് ആപ്പിൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റീഡിംഗ് കണ്ട് രോഗിയാണെന്ന് ചിന്തിക്കുന്നത് റീഡിംഗ് കറക്റ്റ് ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മതി. ഹാർട്ട് റേറ്റും BP-യും ഒരു സെൻസറിൽ നിന്ന് തന്നെയാണ് സെൻസ് ചെയ്യുന്നത്. ഹാർട്ട് റേറ്റ് നോക്കുമ്പോൾ ഈ 2 ഗ്രീൻ LED-കളും ലൈറ്റപ്പ് ആവും. ഇൻറ്റൻസിറ്റി കുറഞ്ഞ ലൈറ്റായിരിക്കും. BP നോക്കുമ്പോൾ ഇൻറ്റൻസിറ്റി കൂടിയ ലൈറ്റാണ്. ഫോട്ടോ പ്ലെത്തിസ്മോഗ്രാഫി PPG, അതാണ് പൾസും BP-യും ചെക്ക് ചെയ്യാൻ ഇതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി. ആ ലൈറ്റ്സ് സ്കിന്നിലെ വളരെ ചെറിയ ബ്ലഡ് ഞരമ്പുകളിലേക്ക് അടിക്കുമ്പോൾ ബ്ലഡ് അതിൽ കുറച്ചൊക്കെ അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ളത് എത്ര ലൈറ്റാണെന്ന് ഓപ്റ്റിക്കൽ സെൻസർ സെൻസ് ചെയ്യും. അങ്ങനെ അവിടെ ഒഴുകുന്ന ബ്ലഡിൻ്റെ അളവും അതിൻ്റെ പൾസിൻ്റെ ഫ്രീക്വൻസിയും മനസ്സിലാക്കും. അത് വച്ച് പൾസ് റേറ്റും BP-യും കണക്ക് കൂട്ടും. ഓക്സിജൻ പെർസെൻറ്റേജ് സെൻസറിൻ്റെ ലൈറ്റ്സും അതിൽ തന്നെയാണ്. അതിൽ നിന്ന് 2 ലൈറ്റ്സ് വരുന്നുണ്ട്, റെഡും ഇൻഫ്രാ റെഡും. ഇവിടെയും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന റേറ്റ് വെച്ചിട്ടാണ് ഓക്സിജൻ സാച്ചുറേഷൻ കണക്ക് കൂട്ടുന്നത്. ഹോസ്പിറ്റലിൽ വിരലിൽ വയ്ക്കുന്ന ഓക്സിമീറ്റർ ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്സിലറോമീറ്ററും G സെൻസറുമാണ് ആക്ടിവിറ്റി സെൻസ് ചെയ്യാൻ ഇതിലുള്ള സെൻസറുകൾ. സ്പോർട്സ് ആക്ടിവിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റും കാലറി ബാൻഡും മറ്റുള്ള സ്റ്റാറ്റിസ്റ്റിക്സും കാണിക്കും. മ്യൂസിക് കൺട്രോൾസും ആക്സസ് ചെയ്യാം. സൈഡിലെ ബട്ടൺ ഷോർട്ട് പ്രസ് ചെയ്ത് ടൈമിംഗ് പോസ് ചെയ്യാം, ലോങ് പ്രസ് ചെയ്ത് സ്റ്റോപ്പും ചെയ്യാം. സ്പോർട്സ് റെക്കോർഡിൽ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എടുക്കാം. ആപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ചാർട്ടുണ്ട്. റിലാക്സ് ഓപ്ഷൻ ഒരു ബ്രീത്തിങ് ഗൈഡൻസിലൂടെ നമ്മളെ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിനാണ്. 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ 2 ഓപ്ഷനുണ്ട്. പ്ലേ ചെയ്യുമ്പോൾ ഇൻഹെയിലിനും എക്സെയിലിനും ഓരോ വൈബ്രേഷൻ തരും. അതനുസരിച്ച് നമ്മുടെ ശ്വസനം കൺട്രോൾ ചെയ്യാം. യോഗയും ബ്രീത്തിങ് എക്സസൈസും ഒന്നും ചെയ്ത് ശീലമില്ലാത്തവർക്ക് ഇത് ഹെൽപ്ഫുള്ളാണ്. ഫോണിലെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ. സെറ്റിങ്സിലാണ് വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ആകെ 4 ഫേസേ ഉള്ളൂ. 100ഓളം ഫേസസ് OT അപ്ഡേറ്റിലൂടെ തരുമെന്നാണ് പറയുന്നത്. ബ്രൈറ്റ്നസ് ഓപ്ഷനിൽ ടച്ച് ചെയ്ത് ബ്രൈറ്റ്നസ് ലോ, മീഡിയം, ഹൈ ആക്കാം. യൂസർ മാനുവലെല്ലാം ഒന്ന് ഓടിച്ച് പറഞ്ഞിരിക്കുകയാണ്, അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല. ബോട്ടിൻ്റെ ആപ്പിലൂടെയാണ് വാച്ച് പേഴ്സണലൈസ് ചെയ്യേണ്ടത്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. മൊബൈലിലെ ബ്ലൂടൂത്ത് ഓണാക്കി വാച്ച് പെയർ ചെയ്യണം. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് രജിസ്റ്ററും ചെയ്യണം. ആപ്പിലെ ചില പ്രധാന കാര്യങ്ങൾ മാത്രം പറയാം. ഡിവൈസിൽ മുകളിൽ വാച്ചുമായിട്ട് ലാസ്റ്റ് ഡാറ്റ സിങ്ക് ചെയ്തത് എപ്പോഴാണെന്നും ബാറ്ററി ചാർജ് എത്ര ഉണ്ടെന്നും ഒക്കെ അറിയാൻ പറ്റും. അലർട്ടുകളും ഫോണിലെ മ്യൂസിക് കൺട്രോൾ ചെയ്യേണ്ടതും ഒക്കെ സെറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. കോൾ അലർട്ട് എടുത്ത് ഓൺ ചെയ്ത് തരണം. അപ്പോൾ ഫോണിൽ കോൾ വരുമ്പോൾ വാച്ചിൽ ആരാണ് വിളിക്കുന്നത് എന്ന് കാണിക്കും. കോൾ തുടങ്ങി എത്ര ടൈം കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വരണം എന്നുള്ളത് സെറ്റ് ചെയ്യാനാണ് ഈ ഡ്രാഗർ. മിനിമം വയ്ക്കുന്നതാണ് നല്ലത്. വാച്ചിൽ അലാം സെറ്റ് ചെയ്യുന്നത് ആപ്പിൽ നിന്നാണ്. ഡീഫോൾട്ട് 7:30 AM ആണ്. അത് എഡിറ്റ് ചെയ്യാം. ഏതൊക്കെ ദിവസങ്ങളിൽ അത് റിപ്പീറ്റ് ചെയ്യണമെന്നും സെറ്റ് ചെയ്യാം. കൂടുതൽ ടൈമുകളും വയ്ക്കാം. നേരത്തെ കണ്ട പോലെ നോട്ടിഫിക്കേഷൻസ് വാച്ചിൽ കാണിക്കാൻ ഈ SMS അലർട്ട് ഓൺ ചെയ്യണം. സപ്പോർട്ടഡ് ആപ്സ് ഇവിടെ കാണിക്കും. അതിലേതിൻ്റെ നോട്ടിഫിക്കേഷൻ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. മ്യൂസിക് കൺട്രോൾ ഓൺ ചെയ്ത് ഡീഫോൾട്ട് പ്ലെയറും സെലക്ട് ചെയ്താൽ വാച്ചിൽ നിന്ന് അത് കൺട്രോൾ ചെയ്യാം. ഹെൽത്ത് കെയറിൽ സ്ത്രീകൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളാണ്. 8 ആക്ടിവിറ്റീസ് മാത്രമേ ഒരു സമയത്ത് വാച്ചിൽ കാണാൻ കഴിയൂ. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ ആക്ടിവിറ്റീസ് കാണാം. അത് 9 ഉണ്ട്. അതിലൊന്ന് ടച്ച് ചെയ്ത് ഡീസെലക്ട് ചെയ്താൽ മറ്റൊന്ന് ആഡ് ചെയ്യാം. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആക്ടിവിറ്റീസിൻ്റെ ഓർഡർ റീഅറേഞ്ച് ചെയ്യാം. ഈ ഓർഡറിലാണ് വാച്ചിൽ ഇത് കാണിക്കുക. ഫൈൻഡ് മൈ ഫോൺ ഓപ്ഷൻ ഓൺ ചെയ്താൽ മാത്രമേ വാച്ചിൽ ഈ ഐക്കണിൽ ടച്ച് ചെയ്ത് ഫോൺ റിങ് ചെയ്യിക്കാൻ കഴിയൂ.
യൂസർ മാനുവലിൻ്റെ സോഫ്റ്റ് കോപ്പി ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ലാസ്റ്റുള്ള ഹെൽത്ത് വാർണിംഗ് വായിക്കണം. ആക്ടിവിറ്റി ഹെൽത്ത് ചാർട്ടുകളെക്കാളും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സ്ലീപ്പ് ഡാറ്റയാണ്. എത്ര സമയം ഉറങ്ങി, അതിൽ എത്ര സമയം ഡീപ്പ് സ്ലീപ്പ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ ഹെൽപ്ഫുള്ളാണ്. ശരിക്കുള്ള ഉറക്കം പ്രധാനമാണല്ലോ. വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് ഉറങ്ങണം, എങ്കിലേ അത് നടക്കൂ. വാച്ചിനെ കുറിച്ചുള്ള കുറേ ഏറെ ഡീറ്റെയിൽസ് ഈ FAQ സെക്ഷനിലുണ്ട്. അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഉറക്കത്തിൻ്റെ ഡാറ്റ എങ്ങനെയാണ് വാച്ച് സെൻസ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളിലുള്ള ഡൗട്ട്സ് ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൂവ്മെൻറ്റ്സ് സെൻസ് ചെയ്തിട്ട് തന്നെയാണ് അത്. ഒരു മൂവ്മെൻറ്റ്സ് ഇല്ലാതെ കിടക്കുന്ന ടൈം ഡീപ്പ് സ്ലീപ്പായിട്ടും ചെറിയ മൂവ്മെൻറ്റ്സ് ഉള്ളത് ലൈറ്റ് സ്ലീപ്പായിട്ടും കണക്ക് കൂട്ടും. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബ്ലൂടൂത്ത് വഴി വാച്ച് വേഗം കണക്റ്റ് ആവുകയും ഡാറ്റ സിങ്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 10 മീറ്ററാണ് റേഞ്ച് പറയുന്നതെങ്കിലും അടുത്ത റൂമിലേക്കൊക്കെ പോകുമ്പോൾ കണക്ഷൻ കട്ടാവുന്നുണ്ട്. ബാറ്ററി എത്ര ലാസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? നോർമൽ യൂസേജിൽ 8 മുതൽ 10 ദിവസം വരെ എന്നാണ് ബോട്ട് പറയുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈം ഓൺ ചെയ്തപ്പോൾ 93% ഉണ്ടായിരുന്നു. അത് മെനഞ്ഞാന്ന് 1.5 ഇപ്പോൾ 16%, 11.5. കൃത്യം 46 മണിക്കൂർ ആയതേ ഉള്ളൂ. പക്ഷെ നോർമൽ യൂസ് ആയിരുന്നില്ല എന്നുള്ളത് വാസ്തവം. ഈ 2 ദിവസം കൊണ്ട് ഒരു 8 ദിവസമെങ്കിലും ഉപയോഗിക്കാനുള്ള അത്രയും ഞാനിത് ഉപയോഗിച്ച് കാണും. കുളിക്കുന്ന ടൈം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഇത് കയ്യിലുണ്ടായിരുന്നു. ഇതിനിടെ 62 തവണ വീതം പൾസ്, BP, ഓക്സിജൻ ടെസ്റ്റ് ചെയ്തു. എൻ്റെ മാത്രമല്ല, പലരുടെയും. ഉറങ്ങുന്ന ടൈം ഒഴിച്ച് ബാക്കി മൊത്തം ടൈമും വാച്ച് മൊബൈലുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. രാത്രി 1% പോലും ബാറ്ററി കുറയുന്നില്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു നോർമൽ യൂസേജിൽ ഫുൾ ചാർജിൽ 6-7 ദിവസം ഉറപ്പായിട്ടും കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുൾ ചാർജ് ആകാൻ 2.5 മണിക്കൂറാണ് ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്നത്. 2 ആമ്പിയർ ചാർജറിൽ എനിക്ക് 16% നിന്ന് 1.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജായി. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു അഫോർഡബിൾ ലോ കോസ്റ്റ് സ്മാർട്ട് വാച്ച് എന്ന രീതിയിൽ ഇത് ഓക്കെയാണ്. പക്ഷേ ലിസ്റ്റഡ് പ്രൈസിനല്ല, ഒരു 3000-3500 രൂപ വരെ ആണെങ്കിൽ. റിവ്യൂ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.